ചെറിയ കഥ, എന്നാൽ അടിപൊളി ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചാലോ? കഥയുടെ പേര് ചേഞ്ച് എന്നാണ്. ചേഞ്ച്, മാറ്റം. ബ്രാക്കറ്റിൽ നിങ്ങൾ കാണാം അഡാപ്റ്റേഷൻ എന്നുള്ളത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുസരിച്ചിട്ട് മാറൽ. നോക്കാം. ദ സിസ്റ്റം വാസ് ന്യൂ. സിസ്റ്റം പുതിയതായിരുന്നു. നത്തിങ് വർക്ക്ഡ് ദ സെയിം വേ. ഒന്നും അങ്ങോട്ട് മുമ്പുള്ളതുപോലെ വർക്ക് ചെയ്തില്ല. നത്തിങ് വർക്ക്ഡ്, ഒന്നും വർക്കായില്ല. ദ സെയിം വേ. മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അവന് പരിചയം എങ്ങനെയായിരുന്നു, അതുപോലെ ഒന്നുമല്ല ഈ സിസ്റ്റം. ഇത് കംപ്ലീറ്റ് ന്യൂ ആണ്. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ ഇറ്റ് ഫെൽറ്റ് അൺകംഫർട്ടബിൾ. ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് വല്ലാതെ അൺകംഫർട്ടബിൾ ആയി മാറി, അഥവാ എടങ്ങേറായി മാറി. ഒരു രസമല്ല, ഒരു സുഖമല്ല, എടങ്ങേറായി മാറി, എടങ്ങേറായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഹി ഗോട്ട് യൂസ് ടു ഇറ്റ്. പക്ഷെ പിന്നീട് പതിയെ അവന് ആ ഒരു സിസ്റ്റത്തിനോട് യോജിച്ചു വന്നു, അല്ലെങ്കിൽ പരിചയമായി വന്നു. നോക്കൂ നിങ്ങൾ, അൺകംഫർട്ടബിൾ എന്നുള്ള ഒരു വാക്ക്, അതുപോലെ തന്നെ ഗെറ്റ് യൂസ് ടു എന്നുള്ള മറ്റൊരു ഇഡിയം നമ്മൾ പഠിച്ചു അല്ലേ? ഗെറ്റ് യൂസ് ടു, പരിചയപ്പെടുക. ഒരു അവസ്ഥയോട് നമ്മൾ അത് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് പരിചയമായി മാറും അല്ലേ? നമുക്കതൊരു ഈസി ഫീലിംഗ് വരും. അതിനാണ് ഗെറ്റ് യൂസ് ടു എന്ന് പറയുന്നത്. ശരിക്കും ചേഞ്ച് എന്നുള്ളത്, ചേഞ്ച് മാറ്റം എന്നുള്ളത് പലപ്പോഴും ആസ് ഫോർ പേഷ്യൻസ്, ക്ഷമ ആവശ്യമാണ്. നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ക്ഷമ വേണം. അത് ആദ്യമൊക്കെ നല്ല ഇടങ്ങേറുണ്ടാവും, അൺകംഫർട്ടബിൾ ഉണ്ടാവും, നമുക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലല്ലോ നമുക്ക് നല്ല പേഷ്യൻസും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വിജയിക്കാൻ കഴിയും. സോ അതാണ് പറഞ്ഞത്, ചേഞ്ച് ഓഫൻ ആസ് ഫോർ പേഷ്യൻസ്. നല്ലൊരു സ്റ്റോറി അല്ലേ? ഈ സ്റ്റോറി പറഞ്ഞു നോക്കുക. ഉപയോഗിച്ച പുതിയ വേർഡുകളൊക്കെ, പഠിച്ച പുതിയ വേർഡുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. സോ മറ്റൊരു സ്റ്റോറിയുമായിട്ട് നാളെ കാണാം. ബൈ.